എഴുന്നേറ്റ് ഗൈസ് ഒരു 9:50 ആകുമ്പോഴേക്ക് എഴുന്നേറ്റു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ നാളെ ഒരു സബ്മിഷൻ ഉണ്ട്. അതിൻ്റെ ചെറിയ ടെൻഷനിലായിരുന്നു ഇന്നലെ. പക്ഷെ ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ സബ്മിഷൻ മാറ്റിയെന്ന് കേട്ടു. അപ്പം എന്നാലും കുറച്ചൊക്കെ അത് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് ഉള്ളത്. തീരുമാനം അങ്ങനെയൊക്കെ ആണെങ്കിലും ഒന്ന് റൂമൊക്കെ ക്ലീൻ ചെയ്ത് കുളിക്കാമെന്ന് വിചാരിച്ചു. കുളിയും ക്ലീനിങ്ങും ഒക്കെ കഴിയുമ്പോഴത്തേക്കന്നെ ഏകദേശം ഒരു 2 മണിയായിട്ടുണ്ട്. കുളിച്ചിട്ട് എന്താ കുളിച്ച് ലിക്കില്ലാത്തതെന്ന് വെച്ചാൽ അതെനിക്കറിയില്ല കേട്ടോ. എന്തായാലും അന്ന് കുളിക്കാൻ തന്നെയുള്ള മോട്ടിവേഷൻ ഉച്ചക്ക് ഓർഡർ ചെയ്തിട്ടുള്ള വിഷു സദ്യ കേട്ടോ. അങ്ങനെ 2 മണിയായ സ്ഥിതിക്ക് കഴിക്കാൻ തുടങ്ങി. ഇഷ്ടല്ല ഗോഡ്ജസ് രസം കുടിക്കുന്നു. ഇവിടെ അടുത്ത ഗോഡ്ജസ് എനിക്കൊക്കെയും സെറ്റാക്കി തരുന്നു. കാണുമ്പോ വയറുണ്ടോ ഇഷ്ടായോ? വിഭല സമൃദ്ധമായിട്ടുള്ള സദ്യക്ക് ശേഷം വർക്ക് ചെയ്യാനുള്ള വ്യാജേന ഞാൻ ലാപ്പ് എടുത്ത് എൻ്റെ മടിയിൽ അങ്ങ് വെച്ചിട്ടോ. ലാപ്പ് തുറന്ന ആദ്യം തന്നെ നോക്കുന്ന സാധനം എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ. വലിയ പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഉണ്ടാവില്ല എന്ന് അറിഞ്ഞിട്ടും ആ സൈറ്റ് ഒന്ന് കയറി നോക്കുന്നത് എൻ്റെ ഒരു ഹാബിറ്റാട്ടോ. ഇങ്ങനെ നോക്കുക, എന്തെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ആവും എന്നുള്ള പ്രതീക്ഷയിൽ അതിങ്ങനെ നോക്കിയിരിക്കുക. അല്ലാണ്ട് ഇപ്പം എന്താ. ഗോസിപ്പ് ടൈം ഗൈസ്. ഇന്നത്തെ ടോപ്പിക് സ്പിരിറ്റ്, ദൈവം, ഗുഡ് സ്പിരിറ്റ്, ബാഡ് സ്പിരിറ്റ്. ഒന്നും കൂടെ പിസ എന്നെ ഇമിറ്റേറ്റ് ചെയ്തതാട്ടോ നിങ്ങൾ ഇപ്പൊ കണ്ടത്. അതിനുശേഷം ഞാൻ റൂമിൽ വന്ന് എനിക്കൊന്ന് കണ്ണൊക്കെ എഴുതാൻ വേണ്ടി തോന്നി. ഞാൻ കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക് ഇട്ടിട്ട് എന്തിനാണെന്നറിയില്ല, വെറുതെ ഒരു രസം. പിന്നെ ഞാനൊരു മുക്കൊക്കെ കഴിച്ച് ഏച്ചിനെ ഏട്ടനെയൊക്കെ വിളിച്ചിരിക്കല്ല എന്തൊക്കെയോ സംസാരിച്ച് നമ്മളിങ്ങനെ ഇരുന്നു. പിന്നെ CAD ചെയ്യാന്നുള്ള തീരുമാനത്തിൽ CAD ചെയ്യാനിരുന്നപ്പോഴാണ് എനിക്ക് എൻ്റെ അഗ്ഗിനെ ഓർമ്മ വന്നത്. അഗ്ഗിനോട് സംസാരിക്കാൻ തോന്നി. അങ്ങനെ പെട്ടെന്ന് തന്നെ അഗ്ഗിനെ കോൾ ചെയ്തു. അഗ്ഗിനോട് സംസാരിക്കുമ്പോൾ അഗ്ഗിന്നല്ലോ എന്നോട് പറഞ്ഞു കണ്ണ് പൊത്ത്, ഞാൻ പറയുമ്പോൾ മാത്രമേ കണ്ണ് തുറക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അഗ്ഗി എനിക്ക് കണി കൊണ്ട് കാണിച്ചു തന്നു. പിന്നെ ഞാൻ കണിയൊക്കെ കണ്ടു. എനിക്കെന്താ അത് ഭയങ്കര സന്തോഷമായി. അഗ്ഗി അങ്ങനെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്കതെങ്ങനെ പറയേണ്ടതെന്ന് അറിയത്തില്ല. എനിക്കെന്താ ഭയങ്കര സന്തോഷമായിട്ടോ. അഗ്ഗിനോട് കുറേ വർത്തമാനം പറഞ്ഞു. അഗ്ഗി അമ്പലത്തിൽ പോയതും പിന്നെ അവളുടെ ഫ്രണ്ട്സിനെ കണ്ടതൊക്കെ. അപ്പം എനിക്ക് ചെറുതായി തോന്നിയിട്ടോ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ എനിക്കൊന്ന് അമ്പലത്തിലൊക്കെ പോവായിരുന്നു എന്നൊക്കെ. പിന്നെ മാളുവിനെ വിളിച്ചു. മാളുവിനോടും കുറേ നാളിന് ശേഷം സംസാരിക്കുന്നതാണ്. ഇന്നത്തെ എൻ്റെ ബെസ്റ്റ് പാർട്ട് ഓഫ് ദ ലൈഫ് ബെസ്റ്റ് പാർട്ട് ഓഫ് ദ ഡേ എന്ന് പറയുന്നത് ഞാൻ കുറേ ആൾക്കാരോട് സംസാരിച്ചു എന്നുള്ളതാണ്. റിലേറ്റീവ്സിനൊക്കെ വിളിച്ചു, റിലേറ്റീവ്സിനോടൊക്കെ സംസാരിച്ചു. അങ്ങനെ കുറേ ആൾക്കാരോട് ഞാൻ ഇന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അന്ന് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്ന ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തു. വലിയ വ്യൂ ഇല്ല, ഇപ്പോഴും അതിനൊരു വ്യൂ ഇല്ല. 100 വ്യൂ പോലും ആയിട്ടില്ല കേസ്. വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫിസ വന്ന് വിളിച്ചു, നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാമല്ലോ. അപ്പോൾ അവരോട് ഞാൻ നടക്കാൻ പറഞ്ഞു. അതിന് ശേഷം വീഡിയോ അപ്ലോഡ് ഞാൻ സെറ്റ് ആക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ
അവർക്ക് പിന്നാലെ അല്ലെങ്കിൽ ഞാൻ അവർക്ക് ശേഷം ബസ്സിലേക്ക് പോയി. എന്താ എന്താന്ന് ഉണ്ടായത്, ചോലയും ഭട്ടൂരയാണ് ഉണ്ടായത്. എന്നിട്ട് ഞാനത് കഴിച്ചു കഴിച്ചു. കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ കൈ മുറിഞ്ഞത് കണ്ടിട്ട് നൗഫൽ പറയാം ഞാൻ കണ്ടിട്ട് വേണേ കൈ മുറിച്ചു. എന്നിട്ട് ഞാൻ നേരെ പോയത് എൻ്റെ അബിയുടെ റൂമിലേക്കാണ്. ഹാപ്പി വിഷു. അബിയോട് ഓരോരോ കഥകളൊക്കെ പറഞ്ഞ് ഞാനും അബിയും കിടന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഡിന്നർ കഴിച്ചിട്ടായിരുന്നു അബിയുടെ റൂമിലേക്ക് പോയത്. അബി ഡിന്നറും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉറങ്ങി പോയതും പിന്നെ സമയം പോയത് അല്ല, ഉറങ്ങിയ പിന്നെ സമയം പോകുന്നത് അറിയില്ലല്ലോ. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ ഏകദേശം 10 ഒക്കെ ആയിട്ടുണ്ട്. അബി അന്നത്തെ ഡിന്നർ മിസ് ചെയ്തു. ഇത് അബിയുടെ അമ്മ കാണുകയാണെങ്കിൽ അന്നത്തെ കള്ളം പൊളിയും, എങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ എഴുന്നേറ്റ് കുറേ ഇല്ല, അതിനുശേഷം എഴുന്നേറ്റതിന് ശേഷം നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ വീണ്ടും കഥകളൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ മുറിയിലേക്ക് വന്നു. കാരണം കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അങ്ങനെ മുറിയിലേക്ക് വന്ന് ഏകദേശം ഒരു 1 or 1:30 വരെയൊക്കെ വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഉറങ്ങാനുള്ള ഒരുക്കത്തിലായിട്ടോ. ഞാൻ പോയി മുഖമൊക്കെ കഴുകി ആ ലിപ്സ്റ്റിക്കും കണ്ണെഴുതിയൊക്കെ തേച്ച് മാഞ്ച് കളഞ്ഞു. പിന്നെ എന്താ എൻ്റെ സ്കിൻ കളറാട്ടോ ഞാൻ ഇത്രയും ഇതായിട്ട് നോക്കുന്നത്, എൻ്റെ കൈയും ഫേസും തമ്മിലുള്ള ഡിഫറൻസ്. എനിവേ ഞാൻ എന്താ ഈ ലാപ്പൊക്കെ മടക്കി വെച്ച് ഞാൻ ഉറങ്ങാനുള്ള പരിപാടിയിലായി. ഉറങ്ങാൻ തുടങ്ങി. ഞാൻ ഉറങ്ങുന്നതോടുകൂടി എൻ്റെ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കാം. ഒരു വിഷുവും കൂടെ. ഇനി അടുത്ത വിഷു വരുന്നത് വരെ ഓടിക്കൊല്ലാം കാത്തിരിക്കാം. ബൈ ഗൈസ്.